بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتسريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഖുർആൻ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നത്. 49ാമത്തെ ഒത്തുചേരലാണ് നമ്മുടെ മലപ്പുറത്ത് ഖുർആൻ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളുടെ അതിഥിയായിട്ട് നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് റെനി ഏലിനാണ്. സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ വളരെ അടുത്ത്, വളരെ ആഴത്തിൽ, ഒരുപാട് കാലം പരിചയമൊന്നുണ്ട് എന്നുള്ള ധാരണ ആർക്കും വേണ്ട. യഥാർത്ഥത്തിൽ ചെറിയ ചില പരിചയങ്ങൾ, ചില സന്ദർഭങ്ങൾ, ഒരുമിച്ചിരിക്കാനോ കാണാനോ പരസ്പരം ചിരിക്കാനോ ഒക്കെ ഉണ്ടായ ചില ബന്ധങ്ങൾ മാത്രമേ ഉണ്ടായി. റെനി ഏലിൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. അദ്ദേഹം ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകനാണ്. മനുഷ്യാവകാശ പക്ഷത്ത് നിന്നുകൊണ്ട്, കീഴാളന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അതുപോലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകളോടൊപ്പം, മർദ്ദിതനോടൊപ്പം, നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്ന ആളുകളോടൊപ്പം അവർക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പലതുമാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാലങ്ങള്, കൗതുകകരമായ ചില കാര്യങ്ങള് അദ്ദേഹം തന്നെ ഒരു പക്ഷെ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് വരും. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ആമുഖ ഭാഷണം എന്നുള്ള നിലക്ക് ഏതാനും മിനിറ്റുകൾ മാത്രം ഞാൻ ഖുർആനിലെ 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്, കേൾപ്പിക്കുകയാണ്. റെനി ഏലിൻ ഖുർആൻ ബാഹ്യമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒക്കെ തന്നെ പഠിച്ചിട്ടുണ്ടാകും, അതിനെ പരിചയപ്പെട്ട് കാണും. ആഴത്തിൽ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫിലോസഫി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ന്യായമായിട്ടും ഇസ്ലാമിക് ഫിലോസഫി എന്നൊരാശയം സ്പർശിച്ചുകൊണ്ട് മാത്രമേ അതിലൂടെ പൂർണ്ണമായിട്ട് ആ സിലബസിന്റെ റേഞ്ചിൽ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ്, അതുപോലെ സാരസൻ ഫിലോസഫി, അറബ് ഫിലോസഫി, ഇസ്ലാമിക് ഐഡിയോളജി, ഇതൊക്കെ എന്തായാലും അദ്ദേഹം പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലക്കും അങ്ങനെ ഒരു സാധ്യത ഖുർആനെ കുറിച്ച്, കാരണം ഖുർആൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഏറെ ഒരു പക്ഷേ ഖുർആൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ആളുകളിൽ ഒന്ന് മൂസ അലൈഹി ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമാണ്, മോസസ് ആണ്. വേറെ ഒരു വ്യക്തി ഈസ അലൈഹി ഇസ്ലാമാണ്, ജീസസ് ആണ്. ജീസസിനെ ആളുകൾ നോക്കിക്കാണുന്നതിന് വ്യത്യസ്ത ആംഗിളുകളുണ്ട്. മുസ്ലിം പക്ഷത്ത് നിന്ന് നോക്കിക്കാണുന്ന രീതിയിലല്ല ക്രൈസ്തവ സമൂഹം നോക്കിക്കാണുന്നത്. അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് അവന്റെ ജീവിത പ്രയാണത്തിന് ഒരു മാർഗദർശനം ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു അന്വേഷണം മനുഷ്യനുണ്ടോ എന്നത് നമുക്ക് തന്നെ ഒരു റെട്രോസ്പെക്ഷൻ നടത്തിയിട്ട് ആലോചിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതും ഒക്കെയാണ്. എന്റെ കൗമാരം പിന്നിട്ട കാലത്ത് ഞാനൊരു അന്വേഷിയായിരുന്നു. ലിറ്ററേച്ചറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും പടിഞ്ഞാറിനെ കലുഷിതമാക്കിയ എല്ലാ ചിന്താ പ്രതിസന്ധികളും അതിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. നൈഹിലിസവും എക്സിസ്റ്റൻഷ്യലിസവും അബ്സർഡിസവും പോലെയുള്ള പടിഞ്ഞാറിന്റെ ദർശനങ്ങള്, ആശയങ്ങള്, അതിന്റെ പശ്ചാത്തലത്തില് ക്രൈസ്തവതയും യഹൂദ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ യഹൂദ മത വിശ്വാസവും അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിന്റെ ഈ യൂറോപ്യൻ ലിറ്ററേച്ചറിന്റെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒക്കെ പശ്ചാത്തലത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ സൃഷ്ടിച്ചിരുന്ന വലിയ സങ്കീർണമായ
അവസ്ഥകൾ ആ കാലത്ത് അനുഭവിച്ചത് എനിക്ക് നന്നായി ഇന്നും ഓർമ്മയുണ്ട്. ഞാനത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അടിസ്ഥാനപരമായി ആരുടെ മകനായി ആരുടെ മകളായി ജനിച്ചു വളർന്നതാണെങ്കിലും അടിസ്ഥാനപരമായ ഒരു ചോദ്യം അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ജീവിതം എന്നത്? ജീവിതത്തിന് കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ എന്താണ്, അത് എന്തിനു വേണ്ടിയുള്ളതാണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്നതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന വല്ല വെളിച്ചവും ഭൂമുഖത്ത് എന്തെങ്കിലും സ്രോതസ്സിൽ ലഭ്യമാണോ എന്ന ഒരു ചോദ്യം ന്യായമായിട്ടും മനുഷ്യന്റെ മനസ്സിൽ കടന്നു വരും. എന്റെയും മനസ്സിലൂടെ അങ്ങനെ ഒരു വലിയ കാലുഷ്യം സൃഷ്ടിച്ച അല്ലെങ്കിൽ കാലുഷ്യം ഉണ്ടായ ഒരു കാലത്ത് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെയൊക്കെ പശ്ചാത്തലമുള്ള ആളുകളോടൊക്കെയുള്ള അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ പോലും മനുഷ്യനെ പിടിച്ചു കുലുക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ കൗമാരം പിന്നിടുന്ന കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലെത്തും. ചിലര് അത് ഒരുപാട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വരാതെ, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ്, എന്റെ ജീവിതപാത ഇന്നതാണ് എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഒരുപാട് ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പോളിസി ചിലരെ എടുക്കുന്നുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വളരെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ കൃത്യമായ ഒരു അന്വേഷണം ഭൂമുഖത്ത് മനുഷ്യന് ആക്സസിബിൾ ആയ ഏതെങ്കിലും ഭാഷയിലാവട്ടെ, മനുഷ്യന് ഏറ്റവും അനിവാര്യമായ സമ്പൂർണതയുള്ള മനുഷ്യന്റെ മനസ്സിലെ സകല സന്ദേഹങ്ങളെയും ആശങ്കകളെയും ഒക്കെ അകറ്റുന്ന വല്ല ദർശനവും വല്ല സ്രോതസ്സിലും ലഭ്യമാണോ എന്നതാണ് നമ്മളുടെ ഒരു അന്വേഷണവും ചോദ്യമൊക്കെ ആയിട്ട് വരാം. ന്യായമായിട്ടും ഭൂമുഖത്ത് മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികൾക്കും കൃത്യമായി ഒരു നിവാരണം നൽകുന്ന ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന, എന്താണ് ജീവിതം എന്ന് പറഞ്ഞു തരുന്ന ഒരു വെളിച്ചത്തിന്റെ ഒരു സ്രോതസ് ഇന്നും നമ്മുടെ മുന്നിലുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ് എന്നെ പോലെയുള്ള ആളുകൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു കരുത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൻ്റെ പേഴ്സണലായിട്ട് ഞാനത് മിക്കവാറും എല്ലാ മതങ്ങളെ കുറിച്ചും വളരെ ആഴത്തിലൊന്നും അല്ലെങ്കിലും താരതമ്യ പഠനം ഞാൻ ആ കാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഹിന്ദു മതവും ഇന്ത്യയിലെ വിവിധ ധർമ്മ അടിസ്ഥാനത്തിലുള്ള തത്വചിന്തകളും അതുപോലെ പടിഞ്ഞാറിന്റെ ആശയങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ യഥാർത്ഥത്തിൽ ക്രൈസ്തവതയും യഹൂദ മതമൊക്കെ പടിഞ്ഞാറിൻ്റെതാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധാരണയിൽ കഴിയുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അത് പടിഞ്ഞാറിൻ്റെതല്ല, അത് കിഴക്ക് നിന്ന് അറബ് പൗരസ്ത്യ ഭൂപ്രദേശത്ത് നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. യേശു നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും ഞാനൊരു കോളേജിലൊരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചിരുന്നു, യേശു ഒരു വെസ്റ്റേണർ ആണോ അതോ ഒരു ഈസ്റ്റേണർ ആണോ എന്നുള്ളത്. മിക്കവാറും എല്ലാ സ്റ്റുഡൻസിനും ഒരാലോചന പോലും ഇല്ലാതെ പറയാൻ തോന്നിയിട്ടുള്ളത് യേശു വെസ്റ്റേണർ ആണെന്നുള്ളതാണ്, പടിഞ്ഞാറ് നിന്നാണെന്നുള്ളത്. യേശു പടിഞ്ഞാറ് നിന്ന് വന്ന ആളല്ല. അദ്ദേഹം ജനിച്ചത് ബത്ലഹേമിലാണല്ലോ. ബൈത്തുലഹം അഥവാ ജെറൂസലേമിന്റെ ഒരു പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജനനം എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് ധാരണ പെശകുകൾ പല കാര്യങ്ങളിലും മനുഷ്യർ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വെളിച്ചം പകരുന്ന, ഒരു ദിശാബോധം നൽകുന്ന ഒരു ദർശനം, ഒരു ആശയം, അവന്റെ മനസ്സിന് വെളിച്ചം നിറക്കുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചറിവ് ആവശ്യമാണ് എന്നതാണ് എൻ്റെ പിന്നിട്ട കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഞാനത് കണ്ടെത്തിയത് വിശുദ്ധ ഖുർആനിലാണ്. ഖുർആൻ ഒരിക്കലും തന്നെ മുസ്ലിം ആവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആള് ആവാൻ വേണ്ടിയോ പറയുന്ന ഒരു ഗ്രന്ഥമല്ല. കണ്ണ് തുറന്ന് ആലോചിക്കാൻ വേണ്ടി, എന്നിട്ട് ആ ആലോചനയിൽ നിന്ന് ബുദ്ധിപൂർവകമായ ഒരു നിലപാടിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി അല്ല ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതി. തിരിച്ചറിവില്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ആരെങ്കിലും ഏൽക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ഐഡന്റിറ്റിയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഫലശൂന്യമായ ഒരു കണ്ടെത്തലാണ് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി സ്വീകരിക്കലാണ് എന്നതാണ് ഖുർആൻ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യം. പല ആയത്തുകളിലായിട്ട് നൽകുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചന. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകം, നമസ്കരിക്കുന്നവന് നാശം എന്നാണ് ഒരു വാചകം. ആ നമസ്കാരം ഏത് വിധത്തിലുള്ളതാണ് എന്നത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, അതുപോലെ പൊളിറ്റിക്കലായ ദിശാബോധം ഇല്ലാത്ത,
ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തോടും പ്രകൃതിയിലെ ജീവജാലങ്ങളോടും ഒന്നും വേണ്ട ഒരു നിലപാടില്ലാത്ത ഒരു നിസ്കാരക്കാരൻ, അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് അവന് നാശാണെന്നാണ്. അപ്പൊ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെ തിരിച്ചറിവ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, നിശ്ചയമായിട്ടും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പില്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന ആ പ്രതിഭാസത്തില്, അങ്ങനെ മാറി മാറി വരുന്ന ആ പ്രതിഭാസത്തില്, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ, കടലില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പല് എന്ന ആ പ്രതിഭാസത്തില്, അത് ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല ചരക്കുകളും വഹിച്ചുകൊണ്ട് പോകുന്ന കപ്പലാണ്. അത് വെള്ളത്തിലേക്ക് അണ്ടുപോകാതെ ജലത്തിന്റെ ഉപരിതലത്തില് നീങ്ങുന്നു എന്ന ആ പ്രതിഭാസത്തില്. അതുപോലെ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, ഇപ്പൊ നമ്മൾ അനുഭവിച്ച ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച ആ വലിയൊരു ദൈവികമായ അനുഗ്രഹം, അത് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ജലം, മഴ. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, ഭൂമി മൃതപ്രായമായി മാറിയതിനു ശേഷം അതിനെ ജീവസുറ്റതാക്കി കൊണ്ടുവരുന്ന ആ മഴയുണ്ടല്ലോ, ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന ആ ദൈവകാരുണ്യം, അത് ആ പ്രതിഭാസത്തില്. അതുപോലെ ഭൂമുഖത്ത് എല്ലാവിധ ജീവജാലങ്ങളെയും അവന് വ്യാപിപ്പിച്ചു എന്ന പ്രതിഭാസത്തില്. കാറ്റിനെ അവൻ തിരിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു. കാറ്റിന് നിർണിതമായ ദിശകളുണ്ട്. അതിന് ദൈവികമായ മാർഗദർശനം കാറ്റിന് നൽകപ്പെടുന്നുണ്ട് എന്ന ആ കാര്യത്തില്. വസ്സഹാബിൽ മുസഖരി ബൈനസ് സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കും ഇടയിലായിട്ട് അങ്ങനെ തങ്ങി നിൽക്കുന്ന, നിയന്ത്രിച്ച് നിർത്തപ്പെട്ടിട്ടുള്ള കാർമേഘങ്ങള്, ഇതിലൊക്കെ തന്നെ ആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ആലോചനയുള്ള ബുദ്ധിയുള്ള സമൂഹത്തിന് ഇതിലൊക്കെ ചൂണ്ടുപലകകളുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും, അത് മനുഷ്യ ശരീരത്തിലുള്ളതായാലും ഈ പ്രപഞ്ച സാകല്യത്തിലുള്ളതായാലും, ഇതാണ് മനുഷ്യന്റെ രണ്ട് പഠന മേഖലകൾ, എല്ലാവർക്കും അറിയാതെ. മനുഷ്യ ശരീരവുമായി അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രകൃതം, സ്വഭാവം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠന മേഖല വളരെ വിശാലമായിട്ടുള്ളതാണ്. അക്കാദമിക തലത്തിൽ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഒക്കെ മനുഷ്യൻ പഠിക്കുന്ന ഒരുപാട് വിഷയങ്ങള് മനുഷ്യൻ എന്ന സ്വത്വവുമായി, അസ്തിത്വവുമായി, അവന്റെ സ്വഭാവ ഗുണങ്ങളും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും അവന്റെ മനഃശാസ്ത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതാണ് വളരെ പ്രവിശാലമായൊരു മേഖല. മറ്റൊരു മേഖല ഈ പ്രപഞ്ച സാകല്യം, അതിലടങ്ങിയിട്ടുള്ള അസംഖ്യം പ്രതിഭാസങ്ങളാണ്. ഈ രണ്ട് സംഗതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഇവയിലൊക്കെയും തന്നെ നാം അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. എന്തിനാണ്? സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അവൻ ആബ്സല്യൂട്ടായ യാഥാർത്ഥ്യമാണ്, പ്രപഞ്ചത്തിന്റെ നാഥൻ, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്നത് ഒരു അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി എന്നാണ്. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം. അപ്പോ മനുഷ്യനോട് അവന്റെ കാഴ്ച, കേൾവി, അതുപോലെ അവന്റെ ആലോചിക്കാനുള്ള കഴിവ്, അതുപോലെ അവന്റെ ചോദിച്ചറിയാനും ആളുകളോട് അന്വേഷിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവന്റെ ശരീരത്തിന്റെ അവയവങ്ങള്, ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം അന്വേഷിച്ച് കണ്ടെത്തുന്നവന് മാത്രമേ വിജയമുള്ളൂ എന്നാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ഇതിനെ, അവന്റെ കേൾവിയെ, കാഴ്ചയെ, അതുപോലെ അന്വേഷിച്ചറിയാനുള്ള അവന്റെ ശാരീരിക അവയവങ്ങളെ, ഇതൊന്നും പ്രയോജനപ്പെടുത്താതെ മരണം വരെ ഞാൻ അതൊന്നും മനസ്സിലാക്കാതെ അക്കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനത്തിലെത്താതെ മൂഢമായ ഒരു നിലപാടോടുകൂടി ജീവിക്കും എന്ന് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജീവിതമാണ് എന്നാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. മരണം മനുഷ്യ ജീവിതത്തിന്റെ ഒടുക്കമല്ല, അത് മറ്റൊരു ദിശയിലേക്ക്, മറ്റൊരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് എന്നതാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മനുഷ്യന് ഭൂമുഖത്തേക്ക് എത്തി ഒരു നിശ്ചിത കാലം ഇവിടെ ജീവിച്ച്
ഇവിടുന്ന് മരിച്ചു പോകുന്നു, അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുന്ന ധാരാളം ആളുകൾ ചരിത്രത്തില് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. വിശേഷിച്ച് നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വളരെ ആത്മാർത്ഥമായി കടന്നു പോകുന്ന ആളുകൾ പലരും അങ്ങനെയുള്ള ഒരു തെറ്റായ നോഷനിലാണ് ഉള്ളത്. എന്താണ് ജീവിതം എന്നത് ഒരിക്കലും തന്നെ നമ്മുടെ പാഠ്യപദ്ധതികൾ അഡ്രസ് ചെയ്യാറില്ല. എന്തിനു വേണ്ടിയുള്ളതാണ് ജീവിതം എന്നതിന് ഒരു ഉത്തരം നമ്മുടെ സർവകലാശാലകളിൽ ഒരു ഗവേഷണ ബിരുദമോ അല്ലെങ്കിൽ ഗവേഷണാനന്തര ഗവേഷണം നടത്തിയിട്ടുള്ള യോഗ്യത, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഒക്കെ നേടിയിട്ടോ അല്ലാതെയോ ഒക്കെ ബിരുദം നേടിയ ആളുകൾ പോലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അത്തരം പ്രക്രിയയിലൂടെ കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവരെ എക്വിപ്പ് ചെയ്യുന്ന ചില ടൂൾസ്, ചില കഴിവുകൾ ഒക്കെ വികസിപ്പിച്ചെടുക്കുക മാത്രമാണ് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. റെനി ഏലിൻ വളരെയേറെ സമയമെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ സമയമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതിലാകെയുള്ള ഒരു ഗ്രൗണ്ട് റൂൾ നമ്മൾ ഒരു മാന്യമായ ഒരു ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ്. എന്തിനേയും ചാലഞ്ച് ചെയ്യാം, എന്തിനേയും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തിനേയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അതിനെ അഭിമുഖീകരിക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ആരും പ്രത്യേകിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഈ വേദി ആവശ്യപ്പെടുന്നില്ല. ഓരോരുത്തരുടെയും ഉൾവിളി ചില കൺക്ലൂഷനിലേക്ക് എത്താൻ അയാൾക്ക് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അയാൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് അയാൾ അഡ്രസ് ചെയ്യുന്നത് അയാളുടെ ബാക്കി ദൗർഭാഗ്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട്. പക്ഷെ ഈ ഖുർആൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാവരുടേതുമാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടേത് മാത്രമാണ് എന്നൊരു ധാരണ പലപ്പോഴും പലരും വരുത്തി തീർക്കാറുണ്ട്. അത് ശരിയല്ല. മനുഷ്യകുലത്തിനു വേണ്ടി, മുഴുവൻ മനുഷ്യർക്കു വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വേദഗ്രന്ഥമാണ്. ഇതിനൊരു ഭൂതകാലമുണ്ട്, ഇതിന് ഇനി ഒരു ഭാവിയും വരാനിരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന് ഇതിന് ഭൂതകാലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരു ആശയക്കുഴപ്പത്തിലാകപ്പെടേണ്ട. വിശുദ്ധ ഖുർആൻ അല്ല മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ ദൈവിക ഗ്രന്ഥം. ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഖുർആന്റെ അനുയായിയാകാൻ സാധിക്കുകയുള്ളൂ. ഈ ഖുർആൻ ചില സത്യങ്ങളൊക്കെ തെളിയിക്കാൻ പോകുന്നുണ്ട്. കാരണം അത് ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ലോകത്തിന്, മനുഷ്യന്റെ ഭൂമുഖത്തെ വാസത്തിനൊരു അവസാനമുണ്ട്. ഈ ലോകം, ഈ ഭൗമലോകം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം മനുഷ്യരൊക്കെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ, പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. അവന്റെ നിലപാടുകളും അവന്റെ കർമ്മങ്ങളും അവന്റെ വിശ്വാസവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിചാരണയും അവൻ നേരിടേണ്ടി വരും. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അനന്തമായ അവന്റെ ജീവിതം നിർണയിക്കപ്പെടാൻ പോകുന്നത് എന്ന ഒരു കാര്യം ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ മനുഷ്യ സമൂഹത്തോട് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കാരണവശാലും ഇത് ബോധ്യപ്പെട്ട അത് പിൻപറ്റുന്ന ആളുകൾക്കുള്ളതല്ല. ഇതിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് മനുഷ്യ സമൂഹത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഒരു എളിയ എഫേർട്ട് ഇവിടെ എടുക്കുന്നത് ഇതെല്ലാവരുടേതുമാണ് എന്ന് ചിലരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ്. അല്ലാഹു ആ ഒരു പ്രവർത്തനം, ആ ഒരു ഇനീഷ്യേറ്റീവ് ഒരു സുഹൃതമായി നമ്മുടെ അടുക്കൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ള വിധത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉള്ളു തുറന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ സംസാരിക്കാൻ വേണ്ടി, ആവശ്യമുള്ള സമയം എടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി സുഹൃത്ത് റെനി ഏലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ഓവർ ടു റെനി ഏലിൻ.